പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി ടൗണിൽ നിന്നും വെറും 6 കിലോമീറ്റർ ദൂരത്തിൽ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ കുറിയന്നൂർ എന്നൊരു കൊച്ചു സുന്ദര ഗ്രാമം. അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന പേരിൽ അവിടെ ഒളിഞ്ഞുകിടക്കുന്ന മാണിക്യം കാണാനായിട്ടാണ് ഈ യാത്ര. റബ്ബർ മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ഹൈറേഞ്ച് വില്ലേജിലെ ഏലകൃഷികൾക്കിടയിൽ കൂടിയുള്ള ചെറിയ ഊടുവഴികളിൽ കൂടി, ചെറിയ തോടുകൾക്ക് മുകളിൽ കൂടി ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് ആ പോക്ക്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തന്നെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഒരു വില്ലയും ഐസ്ക്രീം വല്ലതും കഴിക്കാൻ ഒരു കഫേയും ഒക്കെ ഉണ്ട്. അങ്ങനെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെയുള്ള ആ പാലത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾക്ക് ഇടയിൽ കൂടി മലമുകളിൽ നിന്നും തണുത്ത് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം ഈ പാലത്തിന്റെ അടിയിലൂടെ ഒരു തോടുപോലെ ചെന്ന് ആ പാറക്കുഴിയിലേക്ക് മറിയുവാണ്. പാറക്കുഴിയിലേക്ക് മറിയുന്ന വെള്ളത്തിന്റെ സൗന്ദര്യം വളരെ അടുത്ത് നിന്ന് വീക്ഷിക്കുന്ന ചിലരെ നമുക്ക് ഈ വെള്ളത്തിനടിയിൽ കാണാം. അവരതിന്റെ തുഞ്ചത്ത് വരെ നിന്ന് അറമാദിക്കുകയാണ്. ഇതാണ് ഈ കാണുന്ന ആദ്യത്തെ തട്ട്. കൂറ്റൻ പാറയിലേക്ക് ഇരച്ചു പതിക്കുന്ന വെള്ളച്ചാട്ടം പാറയിൽ വലിയ കുഴിയുണ്ടാക്കിയിരിക്കുന്നു. അരുവിക്കുഴി എന്ന പേര് കേൾക്കുമ്പോൾ അരുവി ഒഴുകി ഈ പാറക്കുഴിയിൽ പതിക്കുന്നത് കൊണ്ടാകാം ഈ പേരെന്ന് കരുതി. എന്നാൽ ഈ പേരിനുമുണ്ട് ഒരു ഐതിഹ്യം. അത് എന്താണെന്നും ഈ ഇരച്ചിറങ്ങുന്ന വെള്ളം ചാടി മറിയുന്നത് എവിടേക്കാണെന്നും നമുക്കിനിയും കാണുകയും അറിയുകയും ചെയ്യാം. അതിനായി വണ്ടി കയറി ഒന്ന് വലം വെച്ച് അപ്പുറം എത്തണം. അവിടെ നിന്നാണ് താഴേക്കിറങ്ങി ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴെ എത്തുക. അവിടെയാണ് അതിമനോഹരമായ കാഴ്ച നമുക്കായി കാത്തിരിക്കുന്നത്. അതിസാഹസികമായി വിഷ്ണു ഇറങ്ങാൻ പോവാണ്. വളരെ സൂക്ഷിച്ചിറങ്ങുന്ന റസിനെയാണ് നമ്മൾ ഈ കാണുന്നത്. വെറുതെ എന്തിനാ പണി മേടിക്കുന്നേ? അതെ അതെ, വാ. അപ്പം ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അവിടുത്തെ കറങ്ങിപ്പോ ഇപ്പോൾ വഴിയെ കണ്ട സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വാട്ടർഫോൾസ് ക്രിക്കറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഭയങ്കര കനത്ത മഴയത്ത് ഈ ഭാഗത്തോടെ വലിയ വെള്ളത്തിന് ഒഴുക്കുണ്ട്. അപ്പം അത് കാരണമാണ് ഈ കല്ലുകൾ തെളിഞ്ഞിരിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, ഇത് കണ്ടോ? ഇതുവഴി മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. അതെ, നമ്മൾ പണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ തേഞ്ഞു പോയൊരു യാത്രയായിരുന്നു. അന്നിവിടെ വെള്ളവും ഇല്ലായിരുന്നു, തേങ്ങയില്ലായിരുന്നു, പച്ചപ്പും ഇല്ലായിരുന്നു. അതെ, പച്ചപ്പനും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റും എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് കാലാവസ്ഥ മാറുമ്പോൾ. റൈറ്റ്. മാത്രമല്ല, നമ്മൾ അന്ന് വന്നപ്പോൾ ഇതുപോലെ ഇറങ്ങിയില്ല. കാരണം അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാൻ പോയില്ല. വിഷ്ണു ഭയങ്കര റിസ്കിയായിട്ടാണ് പോകുന്നത്. കണ്ടോ, ഇച്ചിരി റിസ്ക്കുള്ള വഴിയാണ് സുഹൃത്തുക്കളെ, നമ്മൾ സൂക്ഷിച്ചു പോകണം. ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു. 2 കൈ കുത്തിയാണ് ഇറങ്ങുന്നത് സേഫ്റ്റിക്ക് വേണ്ടി. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർക്കുന്നത്, വേറെ ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് റസിന് ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. റസിനും ബാക്കിയൊന്നും ഇറങ്ങി അങ്ങോട്ട് കേട്ടോ. സുഹൃത്തുക്കളെ, സൂക്ഷിച്ചിറങ്ങണം. ബിക്കോസ് വെള്ളച്ചാട്ടത്തിൽ എത്തുന്നിടം വരെ നോ ഇഞ്ചറീസ്. തിരിച്ചു പോകുമ്പോഴും അതെ അതെ, തിരിച്ച് ഈ കയറ്റങ്ങളൊക്കെ കയറണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. പെട്ടെന്ന് അവിടെ എത്ര നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, സേഫ് ആയിട്ട് എത്തണം. ഇവിടെ വരാൻ തിരഞ്ഞെടുത്ത സമയം കിടലനാകട്ടോ. നല്ല വെള്ളച്ചാട്ടവും, പക്ഷെ പിടിക്കാനുള്ള സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അതെ അതെ, നമുക്ക് ഈ പ്രാവശ്യം വന്നതിന് ഫുൾ കോൺഫിഡൻസാണ്. അല്ലെങ്കിലും പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഇത് പിടിച്ചോ. സംഭവം ഉറപ്പാണ്, നല്ല ഉറപ്പുണ്ട്, അടിപൊളിയാണ്. എൻ്റെ പൊന്നോ, അടിപൊളി. ഇത് കവിതൈ. വിഷ്ണു ചാടി മറിയുകയാണ്.
നോക്കി വേണം കേട്ടോ. ഓ വാ വാ. ഇവിടെ വെച്ച് തെന്നി അടിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഈ ചെരുപ്പില്ലാതെ ഈ സ്ഥലത്ത് വരുന്നതാണ് എനിക്കിഷ്ടം. ഓ അമ്മോ, എന്തൊരു തണുപ്പടാ, എന്തൊരു തണുപ്പ്. പക്ഷേ മോലെ ഇങ്ങോട്ട് നോക്ക്. എൻ്റെ അമ്മോ, കിടുക്കി പൊളിച്ച് തിമിർത്ത്. ഇത് അധികം ടൂറിസ്റ്റുകൾ വന്ന് അലമ്പാക്കാത്തത് കൊണ്ട് തന്നെ കിടില സ്പോട്ടാണ്. വന്ന് ചുമ്മാ നിന്ന് എക്സ്പ്ലോർ ചെയ്യുക. സുഹൃത്തുക്കൾ, ഇതുപോലെ പാറയൊക്കെ കെട്ടിയിട്ട് ഇതിൻ്റെ പവർ, അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് നീന്തി കളിക്കാൻ വേണ്ടി ഒരു കുഴിക്ക് വേണ്ടിയായിരിക്കും മേ ബി ഈ തടയണ കെട്ടിയിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സമയം വലിയ ഒഴുക്കുള്ള സമയമല്ല. അതുകൊണ്ട് നല്ല കിടിലമായിട്ട് ഇതുപോലെ ഇറങ്ങിയിരുന്ന് വെള്ളത്തിൽ കിടന്ന് കളിക്കുക, അറമാതിക്ക് ആറാട്ടാണ് നമുക്ക്. സെപ്റ്റംബർ 13 സെപ്റ്റംബർ നല്ല കാലഘട്ടമാണത് വരാൻ. ഇതിന് ഏറ്റവും സഹായമായത് ഇവൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പം അവരെ വിളിച്ചാണ് ചോദിച്ചത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പരുവം. അടിപൊളി സംഭവം. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കണം. എന്നിട്ട് ഇഷ്യൂടെ സെറ്റപ്പ് ആക്കി എന്നുവെച്ചാൽ സെറ്റപ്പ് ഇതിനെ ഒന്നും ഡെവലപ്പൊന്നും ചെയ്യണ്ട, ഇതുപോലെ ഇട്ടാൽ മതി. ഇവിടുത്തെ വേസ്റ്റുകൾ പെറുക്കി വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനൊരു ടീം വേണം. എന്നിട്ട് അതിനുവേണ്ടി 10 രൂപ വെച്ച് ഒരു വിസ്തരണത്തിന് മേടിച്ചോ. സൂപ്പറല്ലേ? വീഡിയോ കാണുന്നവർ വീഡിയോ അവസാനം വരെ കാണുക. കൂടാതെ ചാനലിൽ ജോയിൻ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. സാധാരണ മഴക്കാലത്താണ് ഇവിടെ വെള്ളം കാണാറ്, അതായത് ഒരു ജൂൺ മാസം പകുതി മുതൽ ഒക്ടോബർ മാസം പകുതി വരെ. പക്ഷേ നല്ല മഴ അടുപ്പിച്ച് കിട്ടിയാൽ ഇവിടെ വെള്ളം കാണുമെന്നതാണ് റിയാലിറ്റി. കുത്തനെയുള്ള പാറകൾക്കും മരങ്ങൾക്കും ഇടയിൽ കൂടി വളരെ സൂക്ഷിച്ച് താഴെ എത്തിയാൽ നമ്മൾ ചില ആർട്ടുകളിൽ കാണുന്ന ഒരു ചിത്രത്തിന്റെ ഫ്രെയിം പോലെ തോന്നും ആ കാഴ്ച. അങ്ങ് അകലെ കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്നും പാറകൾക്കിടയിൽ കൂടി അരിച്ചിറങ്ങുന്ന വെള്ളം ചെറിയ ശബ്ദത്തോടെ ചെറുകല്ലുകൾക്ക് പുറത്തുകൂടി മെല്ലെ അതിനെ തഴുകി കടന്നുപോകുന്നു. വെള്ളച്ചാട്ടത്തിലേക്ക് അടുക്കും തോറും ചിതറിത്തെറിക്കുന്ന വെള്ളത്തിന്റെ കണങ്ങൾ നമ്മളെ നനച്ചു തുടങ്ങും. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വൻ മരങ്ങൾക്ക് നടുവിൽ കൂടി ഉയർന്ന മലകൾക്കിടയിൽ സുന്ദരമായ ടൂറിസ്റ്റ് പ്ലേസ്. ഒരേ സമയം ചെറുതും വലുതുമായ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിതയിൽ കുതിർന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അതിപ്പോ കൂട്ടുകാരോ കമിതാക്കളോ വീട്ടുകാരോ ആരും ആയിക്കൊള്ളട്ടെ, സിനിമകളുടെ ഷൂട്ടിങ്ങിനും ഇത് ഒരു ശ്രദ്ധേയമായ പശ്ചാത്തല ലൊക്കേഷനായി ഉപയോഗിക്കാൻ കഴിയുന്ന സുന്ദരൻ കാഴ്ച. ഭീമാകാരമായ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം പ്രകൃതിയുടെ വൈഭവത്തിന്റെ യഥാർത്ഥ പ്രദർശനമാണ്. തടിയൂർ എന്ന സ്ഥലത്തു നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള 100 അടിയോളം, അതായത് 30 മീറ്റർ ഉയരത്തിൽ നിന്നും വെള്ളം ചാടി പുറപ്പെടുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടം. മഴക്കാലത്ത് സജീവമാവുകയും ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. കണങ്കാൽ വരെ നനയ്ക്കുന്ന തണുത്ത വെള്ളത്തിൽ കൂടി നടന്ന് കുശലം പറയാനും ഉച്ചവെയിലിന്റെ ആഘാതത്തിൽ നിന്നും മാറി തണുപ്പിക്കുന്ന വെള്ളത്തിന്റെ കണങ്ങളാൽ നനയാനും ഓടിയിട്ടും എങ്ങുമെത്താത്ത തിരക്കേറിയ ജീവിതങ്ങളുടെ പ്രഷർ ഒന്ന് കുറയ്ക്കാനും ഇതൊക്കെയൊന്ന് കണ്ടിരുന്ന് ആസ്വദിക്കാനും ചെറുതായിട്ടെങ്കിലും നീന്തൽ അറിയാവുന്നവർക്ക് ഒന്ന് കാലിട്ടടിക്കാനും നീന്തി കളിക്കാനും അരയറ്റം വരുന്ന വെള്ളത്തിൽ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് ചിതറിത്തെറിക്കുന്ന ആ വെള്ളത്തിൽ ഒന്ന് കളിക്കാനും സോഷ്യൽ മീഡിയയിൽ കൊതിപ്പിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഷൂട്ട് ചെയ്യാനും ഇനിയിപ്പോ വല്ല കല്യാണ ഷൂട്ടിങ്ങിനാണെങ്കിൽ പോലും ഷോർട്ട് ഫിലിമോ വലിയ സിനിമകൾക്കാണെങ്കിലും ഒരു നല്ല ലൊക്കേഷൻ ആയിരിക്കും ഇവിടം. പണ്ട് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ വന്ന് അരി കഴുകി ഒഴിച്ച കുഴിയാണ് അരുവിക്കുഴിയായത് എന്ന പേരിന് പിന്നിലെ ഐതിഹ്യം പറഞ്ഞു കേട്ടു. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ പല തട്ടുകളായി വീണ് ഒഴുകുന്ന ജലപാതവും വൻമരങ്ങൾ തീർക്കുന്ന ശീതളമയും ഇങ്ങോട്ടുള്ള നടത്തം ഹൃദ്യമായൊരു അനുഭവമാക്കി മാറ്റുന്നു. ചെങ്ങന്നൂരും തിരുവല്ലയും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻസ് ആണ്. ഉള്ളിൽ മരണക്കെണി ഒളിപ്പിക്കാത്തതിനാൽ ജില്ലയിലെ അപകട സാധ്യതയില്ലാത്ത ഏറ്റവും സുരക്ഷിതമായ വർഷത്തിൽ 6 മാസത്തിലേറെ ആസ്വദിക്കാൻ കഴിയുന്ന ചരൽക്കുന്ന് മലയുടെ കിഴക്ക് ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് 4 കിലോമീറ്ററോളം ഒഴുകി പമ്പാ നദിയിൽ എത്തിച്ചേരുന്ന അരുവിക്കുഴിത്തോടിന്റെ ഭാഗമായ തിരക്കുകൾ ഒന്നുമില്ലാത്ത ഇടമായതിനാൽ ശുദ്ധമായി ശ്വസിക്കുന്നതിനും പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധജലത്തിൽ നീരാടാൻ കഴിയുന്ന അരുവിക്കുഴി വെള്ളച്ചാട്ടം. പിന്നെ ഒരു കാര്യം, ഈ സ്ഥലം അന്വേഷിക്കുന്നവർ കോട്ടയത്ത് വേറൊരു അരുവിക്കുഴി വെള്ളച്ചാട്ടം കൂടി ഉണ്ടെന്ന് ഓർക്കുക, അങ്ങോട്ട് മാറിപ്പോകരുത്. അവിടെയും ഞങ്ങൾ പണ്ട് പോയിരുന്നു, അതിന്റെ വീഡിയോയും ചാനലിലുണ്ട്. ഈ സ്ഥലത്ത് ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടതും ഇപ്പോൾ കണ്ടതും വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാം കേരളത്തിൽ ടൂറിസം രംഗം എന്തൊക്കെ മാറ്റം കൊണ്ടുവരുന്നു എന്ന്. പക്ഷേ ഇതും പോരാ, ഇനിയും അധികം മാറ്റം ഉണ്ടാകണം. ഇത്തരം സ്ഥലങ്ങൾ ലഹരി വിരുദ്ധ സ്ഥലമാകണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കുണ്ടാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ധൈര്യമായി കുടുംബമായി എല്ലാവരും ഇവിടേക്ക് വരൂ, ആസ്വദിക്കൂ. അതേ സുഹൃത്തുക്കളെ, അരുവിക്കുഴി കാണാൻ പോര് ഈ സ്ഥലത്തേക്ക്. അത്രയ്ക്ക് സുന്ദരമാണിത്.
കയറാൻ എളുപ്പമാണ് കേട്ടോ. അതെ അതെ, ഇറങ്ങുമ്പോൾ ഇച്ചിരി ടഫാണെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ കിടുക്ക സാധനം കിട്ടും. അത് കഴിയുമ്പോൾ കിട്ടുന്ന എനർജി കൊണ്ട് സുഖമായിട്ട് കയറി പോവാം. അതെ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.